ആത്മഹത്യകളുടെ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം ഭയത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കാണുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കൊയിലാണ്ടി പൊയ്ക്കാവിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വാർത്ത. ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ആ പ്രദേശവാസികളെ തന്നെയാണ്. അവിടെയുള്ള എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു കുട്ടിയാണ്. വളരെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടി എന്ന രീതിക്ക് തന്നെ പ്രേക്ഷകർ ഈ പെൺകുട്ടിയുടെ വാർത്തകൾ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഇതറിഞ്ഞ ഓരോരുത്തർക്കും ഞെട്ടലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നും ആത്മഹത്യ ചെയ്യാൻ മാത്രം അവൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു എന്നാണ് ഏറ്റവും അടുത്ത ആളുകൾ പോലും പ്രതികരിച്ച് എത്തുന്നത്. പൊയ്ക്കാവിൽ എടകുളം ചാലിൽപ്പറമ്പിൽ അനിൽകുമാർ ലിസി ദമ്പതികളുടെ മകളാണ് ശ്രീനന്ദ. 21 വയസ്സായിരുന്നു ശ്രീനന്ദയ്ക്ക്. കൊയിലാണ്ടി ശ്രീനാരായണ ഗുരുദേവ കോളേജിൽ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ശ്രീനന്ദയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 5:30 കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ ശ്രീനന്ദയെ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളത്ത് കാണാൻ മാതാപിതാക്കൾ വിളിച്ചെങ്കിലും പോയില്ല. പിന്നീട് വീട്ടിലെത്തിയ പിതാവാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. ജനലിലൂടെ നോക്കിയപ്പോൾ മകൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ട പിതാവ് സമീപവാസിക്കൊപ്പം വാതിൽ തകർത്ത വീടിനുള്ളിൽ കയറി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. വൈകിട്ട് 5:30 കോളേജിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ശ്രീനന്ദയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വീട് മുതുക്കിയിരിക്കുന്ന കുട്ടിയാണ്. ക്ഷേത്ര എഴുന്നള്ളത്ത് കാണാൻ മാതാപിതാക്കളോട് എപ്പോഴും ഓടിച്ചാടി പോകുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ശ്രീനന്ദയ്ക്ക് ചെറിയൊരു വ്യത്യാസം വന്നപ്പോഴേ അവർ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയ ഒരു സംഭവമായി മാറുകയാണ്. ക്ഷേത്രത്തിൽ പോയ എല്ലാവരും എന്തുകൊണ്ട് മകൾ വന്നില്ല എന്ന് ചോദിച്ചിരുന്നു. അവൾ വീട്ടിലുണ്ട് എന്ന മറുപടിയാണ് മാതാപിതാക്കൾ നൽകിയതും. വീട്ടിലെത്തിയ പിതാവ് അകത്തൂടെ പൂട്ടിയ നിലയിൽ കണ്ട് വളരെയധികം ഭയന്നുകൊണ്ടാണ് അകത്തേക്ക് കയറിയതെന്ന് പറയുന്നുണ്ട്. അതും വളരെയധികം ഞെട്ടിക്കുന്നു. ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും മുറിവുള്ളതാണ് ദുരൂഹത ഉയർത്തുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ പെരുകി വരുന്ന ഒരു വാർത്ത ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ലഭിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.